സിനിമാ കാര്യങ്ങളിൽ ശ്യാം എന്ന സംഗീത സംവിധായകൻ്റെ പശ്ചാത്തല സംഗീതത്തിൻ്റെ സവിശേഷതകൾ തുടരുന്നു. ശശി യൂസ് ടു ഗിവ് മീ വെരി ഗുഡ് സീൻസ്. പുള്ളിക്ക് എപ്പോഴും ഈ തീംസിൽ വളരെ ഇഷ്ടം. ഈ തീംസ് ഇടുമ്പോൾ തിരിച്ച് ചിലപ്പോൾ വോയിസിൽ, ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ അത് വേരിയേഷൻ കൊടുത്തു വന്നാൽ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് കമ്പോസിങ് ടു മെനി നോട്ട്സ് ഇൻ എ പിക്ചർ, ഒരു തീമായിട്ട് അത് എപ്പോഴും ഐ യൂസ് ടു ഫോളോ. പറയേണ്ട ആവശ്യമില്ല, അവരുടെ രീതിയിൽ ചെയ്യും. എൻ്റെ രീതി അതായിരുന്നു, ഒരു തീം വെച്ചിട്ട്. പിന്നെ ശശി അതിനേറ്റ പോലെ ഈ ലെങ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യും. നമ്മൾക്ക് ലെങ്ത് കറക്റ്റായി 16 ബാർസ് വേണ്ടി വരുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരും. ഒരു ബാർ എങ്ങനെയും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന പോലെ വരും. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വർക്കിനുള്ളൊരു ഡെഡിക്കേഷനാണ്. കാരണം ഇത്രയും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് തീരുന്നവരെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നൊരു സവിശേഷത എന്ന് പറയേണ്ടത്, ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തരായ ഡയറക്ടേഴ്സിനും ഫിലിം ചെയ്തിരുന്നു, പുതിയതായിട്ട് വരുന്ന തുടക്കക്കാർക്കും ഫിലിം ചെയ്തിരുന്നു. ഈ രണ്ട് കൂട്ടരടുത്തുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമായിരുന്നു ഏറ്റവും സവിശേഷമായത്. കാരണം തുടക്കക്കാരനെന്ന നിലയിൽ ഒരാൾ പറയുന്ന ഒരു സജഷൻ, അദ്ദേഹം അതിലൊന്നും ഒരു വ്യത്യസ്തത കാണിച്ചിരുന്നു. അത് സ്വീകരിക്കാൻ അദ്ദേഹം വളരെ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. ഈവൻ ഈ റെക്കോർഡിങ്ങിൽ ഞാൻ ചില പടങ്ങളിൽ ടൈറ്റിൽ മ്യൂസിക്കിൽ എന്താ സ്റ്റോറിയിലുള്ള കാര്യം നട്ഷെല്ലിൽ പറയുന്നതാണ് ടൈറ്റിൽ മ്യൂസിക്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി. ഞാൻ വായിച്ചു, പല ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അതായത് സ്റ്റോറിയിൽ എന്തെന്ത് കാര്യങ്ങൾ അത്യാവശ്യമോ ഇതിൽ മ്യൂസിക്കായിട്ട് നമ്മൾ പറയുന്നതാണ് ടൈറ്റിൽ മ്യൂസിക്. ഞാൻ ശ്യാംജിയെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗുരുനാഥൻ അന്തരിച്ച സംവിധായകൻ എം കൃഷ്ണനായർ സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്താണ്. സാറിൻ്റെ ഒരുപാട് പടങ്ങൾക്ക് ശ്യാംജി മ്യൂസിക് ഡയറക്ടറായിരുന്നു. അന്നേ ഉള്ള പരിചയം എൻ്റെ ആദ്യ ചിത്രത്തിന് മലരങ്കിളിയും എന്ന് പറയുന്ന എൻ്റെ ആദ്യ കന്നി ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനും ശ്യാംജിയായിരുന്നു. വളരെ ഷുവറായിരുന്നു. പുള്ളിയുടെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ വെസ്റ്റേൺ നൊട്ടേഷൻ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. അസിസ്റ്റൻസിനെ കൊണ്ട് ചെയ്യിക്കും. പുള്ളി ഉള്ളിലാണെങ്കിലും പക്ഷേ ചിലപ്പോൾ ഈ നമുക്കറിയാമല്ലോ, റീ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സ്പ്രഷൻ, ഒരു പ്രത്യേക സീൻ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മ്യൂസിക് നിൽക്കണം. ശ്യാം സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീൻ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അസിസ്റ്റൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ പിന്നീട് വളരെയധികം പ്രശസ്തനായ ശ്രീ SP വെങ്കടേഷൊക്കെ ശ്യാം സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അന്ന് വെറും മാൻഡലിൻ വായിച്ചുകൊണ്ടിരുന്ന വെങ്കടേഷിനെ ഒരു കണ്ടക്ടറാക്കി മാറ്റിയതിനുള്ള ക്രെഡിറ്റ് ശ്യാം സാറിനാണല്ലോ. അപ്പോൾ വെങ്കടേഷൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ അസിസ്റ്റൻ്റ് കണ്ടക്ട് ചെയ്യുന്ന ഈ സ്പീഡിനനുസരിച്ചാണ് ഇവൻ വന്ന് നിൽക്കുന്നത്. കറക്റ്റായിട്ട് ആ സീൻ തീരുമ്പോൾ മ്യൂസിക് നിൽക്കേണ്ടത്. ചില സമയത്ത് ഈ അസിസ്റ്റൻസിൻ്റെ ആ പരിചയക്കുറവ് കാരണമൊക്കെ അതിങ്ങനെ 2-3 ടേക്കായിട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ശ്യാം സാർ എന്ന് പറയുന്നത് ഈ എഞ്ചിനീയർ റൂമിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരു ശ്യാം സാറാണ്. പിന്നെ പുള്ളി അങ്ങ് റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് കയറുമായി. പിന്നെ പുള്ളിയുടെ വക ഒരു കണ്ടക്റ്റിംഗ് ആണ്. പുള്ളി കണ്ടക്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് നിർത്തി അത് പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. ന്യൂഡൽഹി ഞാൻ ചെയ്തപ്പോൾ ഒരു ഹിന്ദി പടം ശശി എടുത്ത് ആരോ ചോദിച്ചപ്പോൾ ഞാൻ ശശി ശ്യാം ചെയ്യുന്നതിന് അപ്പോൾ ഞാൻ എടുത്ത് ശശി പറഞ്ഞു. ഞാൻ പറഞ്ഞു ന്യൂഡൽഹി സംഭവം ഡോ വാണ്ട് ടു മിസ്. ജോഷി പടമാണ്, എങ്ങനെയും ചെയ്യണമെന്ന്, നല്ല പടം തോന്നുന്നു, അത് ചെയ്യണം. ശരി, യു സെലക്ട് എന്ന് പറഞ്ഞു. പിന്നെ ഹിന്ദി പടം ഒഴിവാക്കിയിട്ട് ഇത് ചെയ്തപ്പോൾ 4 ലാംഗ്വേജസിൽ ഞാൻ ചെയ്തു. അപ്പോൾ അതിൽ റീ റെക്കോർഡിങ് സ്കോപ്പ് അതിലാണ് ഈ കമ്പ്യൂട്ടറിൽ ഒരു സ്ഥലം വരില്ലേ, എങ്ങനെ ഒരു സ്ഥലം വരും. അത് AR റഹ്മാൻ വായിച്ചതാണ്. 20-ാം നൂറ്റാണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2 സിനിമകൾ കഴിഞ്ഞിട്ട് 3ാമത് ചെയ്യുന്ന സിനിമയാണ് 20-ാം നൂറ്റാണ്ട്. അതിനകത്താണ് SN സ്വാമിയാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളാണ് സ്വാമി ആ കഥയിൽ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാമിയുടെ ആ സ്ക്രിപ്റ്റിന് അനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു വിഷ്വലും ഞാൻ പ്ലാൻ ചെയ്ത് അത് അതിമനോഹരമായി ഷൂട്ട് ചെയ്ത് മറ്റാസിൽ പോയി ഡബിൾ പോസ്റ്റ് കാണുമ്പോൾ ശ്യാംജിയോട് പറഞ്ഞു, മധു മോനെ, ഇത് റീ റെക്കോർഡിങ്ങിന് ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിന് വേണം. കാരണം സാധാരണ സിനിമകൾ അന്ന് 3 ദിവസം കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിതൊരു 4-5 ദിവസം കൊണ്ട് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. കാര്യം ഇതിനകത്ത് ഒരുപാട് വിഷ്വൽസ് വളരെ നന്നായിട്ടുണ്ട്, എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സപ്പോർട്ട് ഇതിന് കൊടുത്താൽ പടം വളരെ നന്നായിട്ടുണ്ട് എന്ന് ശ്യാംജിയാണ് ആദ്യം എന്നോട് പറയുന്നത്. അതിൻ്റെ നിർമ്മാതാവ് അരോമണി
മണിസാർ അതിന് സമ്മതിക്കുകയും അങ്ങനെ അതിൻ്റെ റീ റെക്കോർഡിങ് ആരംഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ശ്യാംജി പറഞ്ഞ ഇതിനൊരു ഹീറോ തീം ഞാൻ ഉണ്ടാക്കി കേൾപ്പിക്കാം, ഒരു 2-3 ഹീറോ തീം ഉണ്ടാക്കി മുന്നേ കേൾപ്പിക്കാം, അതിലിഷ്ടപ്പെട്ടത് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയും അങ്ങനെ ശ്യാംജി പറഞ്ഞതുപോലെ ഒരു 3 വെറൈറ്റി തീം മ്യൂസിക്കിന് വേണ്ടിയിട്ട് പുള്ളി തയ്യാറാക്കി. അതിൽ നിന്ന് ഞാനും സ്വാമിയും കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ശ്യാംജി പറഞ്ഞു ഇതാണ് എനിക്കും ഏറ്റവും ഈ 3 ഇഷ്ടപ്പെട്ടത് എന്ന് പറയും. അങ്ങനെ അത് ഫിക്സ് ചെയ്യുകയും ചെയ്ത് അതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ. സാഗർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ ഒരു കാർ റാലിയിലാണ്. അത് നോട്ട് ഓൾസോ വി ഷുഡ് സെലക്ട്, അങ്ങനെ ഞാൻ കരുതി. സിമ്പിളായിരുന്ന ബെറ്റർ. വേറെ ഒന്നുമില്ല, ലെങ്ത് കൂടാണ്. അപ്പോൾ ലെങ്ത്തിന് കൂടെ അതിന് ഏറ്റവും പോലെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിൻ എങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് ഇറ്റ് ഷുഡ് കൺക്ലൂഡ് അല്ലേ ബ്രെയിനിൻ്റെ വർക്ക്. ആ ബ്രെയിനിന് ജോലി കൊടുക്കുന്ന രീതിയിൽ ചില നോട്ട്സ് വേണമെന്ന് പറയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ തേർഡ്സ് വെച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ലെങ്ത്തും കൂടുതൽ ഇങ്ങനെ പറയും. അപ്പോൾ തീമായ അപ്പോൾ അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഞാനെടുത്ത ഷോട്ടിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ഓരോ സംശയം ഉണ്ടാക്കുന്നതിനുള്ളൊരു മ്യൂസിക്, അങ്ങനെ ഓരോരോ മ്യൂസിക്കുകൾ ആ പടത്തിന് ഒരുപാട് ഗുണം ചെയ്തു. അപ്പോൾ ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോ ടൈപ്പ് മ്യൂസിക്കാണ്, ഓരോ ക്യാരക്ടർ വരും. അതിനകത്ത് സുകുമാരൻ ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. സുകുമാരൻ്റെ കഥാപാത്രം വരുന്ന സമയത്ത് ഒരു മ്യൂസിക്കുണ്ട്, അതൊരു വേറൊരു മ്യൂസിക്കാണ്. ഒരു വില്ലൻ ടച്ച് തോന്നിക്കത്തക്ക രീതിയിൽ അതൊരു വേറൊരു മ്യൂസിക്. ഇപ്പോൾ കൂടെ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ മൊബൈൽ ഫോണിൽ ഇത് റിംഗ് ടോൺ ആയിട്ടുണ്ട്. കേട്ടു സന്തോഷം. വേറെ ഒന്നല്ലേ വേറെ സാറ് പിന്നെ ഈ ഋതുഭേദം എന്ന് പറഞ്ഞൊരു സിനിമ, ഹൃദയഭേദം, അത് നമ്മുടെ പോത്തൻ പ്രതാപ് പോത്തൻ്റെ അതിലും ഞാൻ ടൈറ്റിൽ മ്യൂസിക് വന്നപ്പോഴേ ഡിഫറെൻ്റായിട്ട് ഏതെങ്കിലും ചെയ്യണം. ബിക്കോസ് സീൻ വാസ് ലൈക്ക് ദാറ്റ്. അതിലേത് സീൻ വെച്ച് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലി ഡ്രം ബീറ്റ്സിൽ ടിമ്പനി അതുപോലെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. ഋതുഭേദം ഒരു 60s നടക്കുന്ന ഒരു കഥയായിരുന്നു. അത് വാസുവേട്ടനാണ് എഴുതിയത്, ശ്യാം സാറായിരുന്നു എൻ്റെ മ്യൂസിക്. ആൻഡ് അതിൻ്റെ ഹി had done a very very good track, totally whole പടത്തിൽ he scored music very well. അത് കാരണം ഞാൻ ഡേസിയിൽ ഉപയോഗിച്ചു. ഡേസി ഓൾസോ ഇപ്പോഴും അതിൻ്റെ സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ പീസസ് ബൈ ഇറ്റ്സ്. നല്ല സോങ്സും നല്ല സൗണ്ട് ട്രാക്കും ഉള്ള ഒരു പടമായിരുന്നു. I worked with him in both these pictures. I found him to be a very great talent, നല്ലൊരു ടാലൻറ്റഡ് പേഴ്സൺ ആയിരുന്നു. He could really grasp the nuances and ഒരു ഫീൽ ഉണ്ടായിരുന്നു ഫോർ സിനിമ ആൻഡ് ദ മ്യൂസിക്. ഇത് ആദ്യകാലങ്ങളിൽ ചില തീമുകൾ വായിക്കുമ്പോൾ അത് ആ ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ് കഴിയുമ്പോൾ ആ തിയേറ്ററിൽ അവിടെ അന്നേരം ഉണ്ടായിരിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ മൂളി നടക്കാറുണ്ട്. അപ്പോൾ മൂളി നടക്കുമ്പോൾ അതൊരു പാട്ട് പോലെ തോന്നാറുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം ശശിസാർ അങ്ങനെ നമുക്കിതിനൊരു പാട്ടാക്കിയാലെന്താ. അത് പിന്നെ പല ചിത്രങ്ങളിലും അഡാപ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ചിത്രത്തിൻ്റെ കമ്പോസിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂണിൻ്റെ ഇത് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റീ റെക്കോർഡിങ്ങിൽ കേൾക്കുന്ന ആ ഒരു ഇതിൻ്റെ അത് മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഗാനം അതിൽ നിന്ന് ചിട്ടപ്പെടുത്താനും പെട്ടെന്ന് കഴിഞ്ഞിരുന്നു.